പ്രിയ താരം മോഹൻലാൽ സമർപ്പിച്ച വ്യക്തിത്വ അവകാശ സംരക്ഷണ ഹർജിയിൽ നിർണായക നീക്കവുമായി ഡൽഹി ഹൈക്കോടതി. താരത്തിന്റെ അനുമതിയില്ലാതെ പേരും ചിത്രവും ശബ്ദവും ദുരുപയോഗം ചെയ്യുന്ന ലിങ്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ ഉത്തരവിടുമെന്ന് ജസ്റ്റിസ് ജ്യോതി സിംഗ് വ്യക്തമാക്കി. മോഹൻലാലിന്റെ പ്രശസ്തിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലും സാമ്പത്തിക തട്ടിപ്പുകൾക്കായി താരത്തിന്റെ വ്യക്തിത്വം ഉപയോഗിക്കുന്നതുമായ 30ഓളം ലിങ്കുകളാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഇതിൽ നിലവിൽ ലഭ്യമായ ലിങ്കുകളുടെ കൃത്യമായ പട്ടിക സമർപ്പിക്കാൻ മെറ്റ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോട് കോടതി ആവശ്യപ്പെട്ടു. ഹാജരാക്കിയ ചില ലിങ്കുകൾ ഇതിനകം പ്രവർത്തനരഹിതമാണെന്ന് പ്ലാറ്റ്ഫോമുകൾ അറിയിച്ചതിനെ തുടർന്നാണ് പുതുക്കിയ പട്ടിക ആവശ്യപ്പെട്ടത്. ഈ ലിസ്റ്റ് കൂടി പരിശോധിച്ച ശേഷമാകും കോടതി അന്തിമ വിധി പ്രസ്താവിക്കുക. കൂടാതെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ അക്കൗണ്ട് ഉടമകളെ കണ്ടെത്താനും കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അക്കൗണ്ട് ഉടമകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നത് പ്രായോഗികമല്ലെന്ന് താരത്തിന്റെ ഭാഗം അറിയിച്ചതോടെ പ്രസ്തുത വിവരങ്ങൾ ലഭ്യമാക്കാൻ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് കോടതി നിർദ്ദേശം നൽകി. വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഇവരെ കൂടി കേസിന്റെ ഭാഗമാക്കും. അഡ്വക്കേറ്റുമാരായ MF ഫിലിപ്പ്, ശ്രീഹരി, ഇന്ദു കലാധരൻ എന്നിവരടങ്ങുന്ന സംഘമാണ് മോഹൻലാലിന് വേണ്ടി ഹാജരായത്. കേസ് വരുന്ന ജൂലൈയിൽ വീണ്ടും പരിഗണിക്കും. സെലിബ്രിറ്റികളുടെ സ്വകാര്യതയും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിൽ ഈ കേസ് വലിയൊരു നാഴികക്കല്ലായി മാറും എന്നത് ഉറപ്പാണ്.